ചുട്ടുപുകയുന്ന ഒരു പകൽ സമയത്തെ യേശു കർത്താവിൻ്റെ ദീർഘമായ ഒരു കാൽനട യാത്ര. യഹൂദിയായിൽ നിന്നും ഗലീലയിലേക്കുള്ള യാത്രയായിരുന്നു അത്. തിരുവചനം പറയുന്നു, ഹി മസ്റ്റ് നീഡ്സ് ഗോ ത്രൂ ശമരിയ. ശമരിയായിൽ കൂടി യേശുവിന് കടന്നു പോകേണ്ടി വന്നു. യേശുവിൻ്റെ ശമരിയയിൽ കൂടിയുള്ള യാത്ര എതിർച്ചയാ സംഭവിച്ചതല്ല. ആ യാത്ര കർത്താവ് മുൻകണ്ടിരുന്നതാണ്. ശമരിയയിൽ കൂടി പോകണമെന്ന് കർത്താവ് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ശിഷ്യന്മാർ അതിന് വിലക്കുമായിരുന്നു. കാരണം യഹൂദന്മാർ ശമര്യരെ ബദ്ധവൈരികളായി കണ്ടിരുന്ന കാലമായിരുന്നു അന്ന്. താൻ അവിടെ സ്വാഗതം ചെയ്യപ്പെടില്ലെന്ന് കർത്താവിന് അറിയാമായിരുന്നു. ആ കാലത്ത് സ്ത്രീകൾ മുഖം മൂടിയിരുന്നു. സ്വന്തം കുടുംബത്തിന് പുറത്തുള്ള പുരുഷന്മാരോട് സംസാരിക്കുന്നത് വിലക്കപ്പെട്ടിരുന്നു. 5 വിവാഹമോചനങ്ങളിലൂടെ കടന്നുപോയ ബൈബിളിലെ കഥാപാത്രമായ ആ സ്ത്രീ ഇതിനകം ശമരിയാദേശത്തിലെ സംസാര വിഷയമായിരുന്നു. ഈ സന്ദർഭത്തിലായിരുന്നു യേശു കർത്താവിന് ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടതുണ്ടെന്ന് തോന്നിയത്. യഹൂദിയർ മാത്രമല്ല, ശമരിയാദേശക്കാർ മൊത്തമായി വെറുത്തിരുന്ന ആ ഒരു സ്ത്രീയെ കാണുവാനുള്ള യേശുവിൻ്റെ യാത്ര ചെന്നെത്തിയത് ശമരിയാദേശത്തിലെ സുഖാർ എന്നൊരു പട്ടണത്തിലായിരുന്നു. താൻ ക്ഷീണാവസ്ഥയിൽ എത്തത്തക്കവണ്ണം ദൈർഘ്യമേറിയ ഈ കാൽനട യാത്ര ചെയ്തത് ആ സ്ത്രീയിൽ കൂടി കർത്താവിനൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അവളുടെ നാറിയ ജീവിത പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് കർത്താവ് അവളെ നോക്കുകയും തൻ്റെ രാജ്യത്തിനുള്ള അവളുടെ സാധ്യതകളെ കാണുകയും ചെയ്തു. ഈ സ്ത്രീയുമായിട്ടുള്ള യേശുവിൻ്റെ കൂടിക്കാഴ്ച സമ്മാനിച്ചത് ഒരു പട്ടണത്തിൻ്റെ വിടുതലായിരുന്നു. തിരുവചനം പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 4:39 സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും യേശുവിൽ വിശ്വസിച്ചു. ചീഞ്ഞു നാറിയ പ്രശ്നത്തിന് നടുവിൽ വീട്ടുകാരാലും നാട്ടുകാരാലും വെറുക്കപ്പെട്ട് ഒരു ഒറ്റയാൻ ജീവിതം നയിക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനടുത്തേക്ക് നടന്നു വരുന്ന യേശു കർത്താവിനെ ആത്മദൃഷ്ടിയാൽ കാണുക. സമൂഹം നിങ്ങളെ വെറുത്താലും നിങ്ങളിൽ കർത്താവ് തൻ്റെ രാജ്യത്തിനായിട്ടുള്ള സാധ്യതകൾ കാണുകയാണ്. കർത്താവെ, എൻ്റെ ജീവിതത്തെ ദൈവരാജ്യത്തിനായി സമർപ്പിക്കുന്നു എന്ന് ഇന്നാരെങ്കിലും പ്രാർത്ഥിക്കുന്ന പക്ഷം ഒരു പട്ടണം മുഴുവനുമായിരിക്കും നിങ്ങൾ നിമിത്തം കർത്താവിൽ വിശ്വസിക്കുവാൻ ഇടയാകുക. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.